ശ്രീമദ് ഭാഗവതം സ്കന്ധം 9 അധ്യായം 20 അത വിംശതിതമോധ്യായഃ. ശ്രീശുകോവാച. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. പുരോർവംശം പ്രവക്ഷ്യാമി യത്ര ജാതോ വസി ഭാരത യത്ര രാജർഷയോ വംശ്യ ബ്രഹ്മവംശ്യാശ്ച ജജ്ഞിരേ ജനമേ ജയോ ഹ്യഭൂത്പുരോഹോ പ്രജിന്വം തൽസുതസ്തതഃ പ്രവീരോ അത നമസ്യോർവൈ തസ്മാചാരോ ബദോ അഭവത് തസ്യ സുജ്യരഭൂത് പുത്ര തസ്മാത് ബഹുഗവർത്തതഃ സംയാതേ തസ്യാഹം യാതി രൗദ്രാശസ്തൽസുതഃ സ്മൃതഃ ഹൃദേയുസ്തസ്യ കുക്ഷേയുഃ സമണ്ഡിലേയുഃ കുതേയുഗഃ കൃതേയുഗഃ ജലേയുഃ സന്തതേയുശ്ച ധർമ്മസത്യവ്രതേയവഃ. ദശൈതേ അപ്സരസഃ പുത്ര വനേയുശ്ചാവമഃ സ്മൃതഃ കൃതാജ്യമിന്ദ്രിയാണീവ മുഖ്യസ്യ ജഗദാത്മനഃ ഹൃദയോരന്തിഭാരോ അബോധ് ത്രയസ്തസ്യാത്മജാ നൃപ സുമതേ ധ്രുവോ അപ്രതിരഥഃ കണ്ണോ അപ്രതിരഥാത്മജഃ തസ്യാമേധാതിഥി തസ്മാത് പ്രസ്കണ്വാ ദ്വാദിജാതയഃ പുത്രോ വഭൂ സുമതേ രൈഭ്യോ ദുഷ്യന്തൽസുതോ മദഃ ദുഷ്യന്തോ മൃഗയാം ജാതഃ കണ്വാശ്രമപദം ഗതഃ തത്രാസീനം സപ്രഭയ മണ്ഡയന്തിം രമാമിവ വിലോക്യ സത്യോ മുമുഖേ ദേവമായാമിവ ശ്രിയം ബഭാഷേ ത്വം വരാരോഹാം ബഡൈഃ കതിപയൈർമൃതഃ. തദ്ദർശന പ്രമുദിതഃ സംനിവൃത്ത പരിശ്രമഃ പപ്രച്ഛ കാമസന്തപ്തഃ പ്രഹസൻ ഷക്ഷണയാ ഗിരാ ഖാത്വാ കമലപത്രാക്ഷി കസ്യാസി ഹൃദയംഗമേ കിം വാചികർഷിതം തത്വാ ഭവത്വാ നിർജനെ വനെ വ്യക്തം രാജന്യതനയാം വേദ്മ്യഹം ത്വാം സുമധ്യമേ നഹി ചേതഃ പൗരവാണാമധർമ്മേ രമതേ ക്വചിത്. ശകുന്തളോവാച. വിശ്വാമിത്രാത്മജൈവാഹം തെക്താമേനകയാ വനെ വേദൈ തൽഭഗവാൻ കണ്ണോ വീരകിം കരവാമതേ ആസ്യതാം ഹരവിദ്യാക്ഷ ഗൃഹതാമർഹണം ചനഃ ഭജ്യതാം സദ്ദിനീവാര ഉഷ്യതാം യതി രോചതേ. ദുഷ്യന്ത ഉവാച. ഉപന്നമിദം സുഭ്രുഭു ജാതായാഃ കുശികാന്വയേ സ്വയം ഹി വൃണദേ രാജ്ഞാം കന്യകാഃ സദൃശം വരം ഓമിത്യുക്തേ യഥാ ധർമ്മമുപയമേ ശകുന്തളാം ഗാന്ധർവവിധിനാ രാജ ദേശകാല വിധാനവിത്. അമോഘവീര്യോ രാജർഷേർമഹിഷ്യാം വീര്യമാദദേ ശോഭൂദേ സ്വപുരം ജാതഃ കാലേന സുതസാസുതം കണ്വകുമാരസ്യ വനേ ചക്രേ സമുചിതാഃ ക്രിയാഃ ബന്ധ്വാ മൃഗേന്ദാം സരസാ ക്രീഡതി സ്മ സ ബാലകഃ തം ദുരത്യയ വിക്രാന്തമാദായ പ്രമദോത്തമ ഹരേരംശാംശ സംബോധം ഭർത്തുരന്തികമാഗമത് യദാന ജഗൃഹേ രാജ ഭാര്യപുത്ര വനേന്ദിതോ ശൃണ്ണതാം സർവഭൂതാനാം ഗേവാഗാഃ ശരീരണീ മാത്രാം മാതാ വസ്ത്രാചിപ്പിതുഃ പുത്രോ യേന ജാതഃ സ ഏവ സ ഭരസ്വപുത്രം ദുഷ്യന്ത മാവമംസ്താഃ ശകുന്തളാം രേതോദാഃ പുത്രോ നയതി നരദേവയമക്ഷയാത് തം ചാസ്യ ദാതാ ഗർഭസ്യ സത്യമാഹ ശകുന്തളാ പിതരു വരദേസോ അഭിചക്രവർത്തി മഹായശാഃ മഹിമാ ഗീയതേ തസ്യ ഹരേരംശ ഭുവോ ഭുവി. ചക്രം ദക്ഷിണഹസ്തേ അസ്യ പൽപോ കോശസ്യ പാദയോഃ ഈജേ മഹാഭിഷേകേണാസോ അഭിഷക്തോ അധിരാഡിഭുഃ പഞ്ചപഞ്ചാശതമേതിർ ഗംഗായാമനുവാജിഭിഃ മാമദേയം പുരോധായ യമുനായാമനു പ്രഭുഃ അഷ്ടസപ്തതി
मेद्याश्वान् भवन्त प्रददस्वसो भरतस्य हि दौषन्ते रत्निः साजे गुणे चिदः सहस्रं बद्धशो यस्मिन् ब्राह्मणागा विभेजिरे त्रयस्त्रिंशच्छदमुह्रश्वान् बद्ध्वा विस्माभयन् नृपान् दौषन्ति रत्यगान् मायां देवानां गुरुमाययो मृगान् शुक्लददः कृष्णान् हिरण्येन परिवृतान् आदात् कर्मणि मष्णारे नियुधानि चतुर्दश भरतस्य महत्कर्म न पूर्वे नापरे नृभागा नैव पूर्णैव प्राप्स्यन्ति बाहुभ्यां त्रिदिवं यदा किरातगुणान् यवनानन्त्रान् कङ्गान् गजान् अब्रह्मण्यान् नृपांशाहन् म्लेच्छान् दिग्विजये अखिलान् जित्वा पुरासुरा देवान् ये रथौकांसि भेजिरे देवस्त्रियो रसंनिधाः प्राणभिः पुनराकरत् सर्वकामा दुदुहदुः प्रजानां तस्य रोदसी समाश्रे नवसहस्रेर्दिक्षु चक्रमवर्तयत् स सम्राट्लोकपालाख्य ऐश्वर्यमधिराट् श्रियं चक्रं चास्कलितं प्राणान् मृषेत्योपररामः तस्यासन् नृपवैदर्भ्यः पत्न्यस्त्रीस्रगा सुसम्मतः जग्नुश्चाकभयात् पुत्रान् नानुरोभाः इति तस्यैवं विददेवं चेतदर्थं यजतः सुदं मरुदस्तोमेने मरुदो भरद्वाजमुपाददुः अन्तर्वत्यां भाद्रपत्यां मैथुनाय बृहस्पतिः प्रवर्तो वारिदो गर्भं शप्त्वा वीर्यमवासजत् तं त्यक्त्वा ममदां भर्तृत्यागविचङ्गितां नाम निर्वचनं तस्य श्लोकमेनं सुराजगुः मूढे भरद्वाजमिमं भरद्वाजं बृहस्पते यादो यदुक्त्या पितरो भरद्वाजस्ततस्तयम् चोद्यमाना सुरैरेवं मत्वा विदत्तमात्मजं विसृजन् मरुदो अबिभ्रन् दत्तो वयं विददे अन्वये श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां नवमस्कन्धे 20तमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द।